അസ്സലാമു അലൈക്കും, നമസ്കാരം. PMS സലാമാണ്. ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിൽ പുതുവൈപ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ വളരെ സന്തോഷമുള്ള ഒരു കാര്യം നിങ്ങളെ അറിയിക്കാനാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. നിങ്ങളുടെയൊക്കെ സഹായം കൊണ്ട് ഒരു ജീവൻ നമുക്ക് രക്ഷിക്കാൻ സാധിച്ചു. അതിൻ്റെ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് അറിയിക്കാനും പങ്കുവയ്ക്കാനൊക്കെയാണ് ഞാൻ വന്നത്. നിങ്ങളിപ്പോൾ ഈ എൻ്റെ കൂടെ ഇരിക്കുന്ന ഇയാളെ മനസ്സിലായോ നോക്കി. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലാക്കണമെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകില്ല. കാരണം അന്ന് നിങ്ങൾ ഇത് സുമേഷ് എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ്റെ വീഡിയോ നിങ്ങളന്ന് കണ്ടതാണ്. പൊതുസമൂഹം ഏറ്റെടുത്തതാണ്. ഒരുപാട് സഹായങ്ങൾ നിങ്ങൾ ചെയ്തതാണ്. ആ സഹായമൊക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇന്ന് ഇവിടെ ജീവിച്ചിരിക്കുന്നത്. നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ട അപകടം പറ്റിക്കിടക്കുന്ന ആസ്ട്ര മെഡിസിറ്റിയിൽ കിടന്ന ഒരു അവസ്ഥയാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത്. അന്ന് അങ്ങനെ കിടന്ന സുമേഷ് ഇന്ന് ഇങ്ങനെ ഇവിടെ എത്തി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയും നിങ്ങൾ കൊടുത്ത ഓരോ രൂപയുടെയും പ്രതിഫലനമാണ് ഈ കാണുന്നതൊക്കെ, അല്ലേ സുമേഷേ? അപ്പോൾ സുമേഷ് ഒരു ആക്സിഡൻറ്റ് പറ്റി നാളുകളോളം ആസ്ട്ര സീറ്റിൽ അഡ്മിറ്റായിരുന്നു. ഒരുപാട് സർജറികളും അതുപോലെ തന്നെ എഴുന്നേറ്റ് നടക്കാൻ പറ്റുമോ, സംസാരിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള വല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുന്ന സമയത്താണ് ഇവിടുത്തെ പുതുവൈപ്പ് ജമാഅത്ത് കമ്മിറ്റിയുടെ ആളുകളും അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റുള്ള സംഘടനകളും മറ്റ് രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളും ഒക്കെ നമ്മളെ ബന്ധപ്പെട്ട് നമ്മുടെ വീഡിയോ ഇവിടെ ചെയ്തു കൊടുത്തത്. അന്ന് കിട്ടിയ ഒരു രൂപയുമാണ് ഇന്ന് സുമേഷ് ഇവിടെ ഇങ്ങനെ എഴുന്നേറ്റിരിക്കുന്നതും ഈ നടന്നു വരുന്നതൊക്കെ, അല്ലേ? അപ്പോൾ സുമേഷ് വളരെ സന്തോഷം. അതിലൊക്കെ ഉപരിയായിട്ട് നിങ്ങൾ ഈ മോളെ കണ്ടിട്ടുണ്ടാവും. ഈ മോളന്ന് എൻ്റെ അച്ഛനെ തിരിച്ചു തരണമെന്ന് പറഞ്ഞുകൊണ്ട് ആ മോളൊക്കെ ഇന്ന് സന്തോഷത്തിലാണ്. എന്താ പറയണത്? എല്ലാവരും അച്ഛനെ സഹായിച്ചതിന് നന്ദി. പൈസ കൊടുത്ത് നന്ദി അല്ലേ? അച്ഛനിപ്പോൾ ഇങ്ങനെ ആയില്ലേ? അന്ന് ഒരുപാട് സങ്കടപ്പെട്ടില്ലേ? ഇപ്പോൾ ഒരുപാട് സന്തോഷമായില്ലേ? അതന്നെ. എങ്ങനെയുണ്ട്? അന്ന് സുമേഷിനെ വന്ന് കണ്ടപ്പോൾ സുമേഷ് അങ്ങനെ വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു സുമേഷ് ഉണ്ടായിരുന്നത്. എല്ലാവർക്കും നന്ദി. എന്നെ സഹായിച്ച് എല്ലാവർക്കും നന്ദി. ഇപ്പം നടക്കുകയൊക്കെ ചെയ്യും, ഭക്ഷണം കഴിക്കും, ഭക്ഷണം കഴിക്കും, ഓടും ഭക്ഷണം കഴിക്കും. ഒരുപാട് സന്തോഷമായില്ലേ? എല്ലാവരോടും നന്ദി. സുമേഷ് ഇപ്പോൾ എഴുന്നേറ്റ് നടക്കും, സുമേഷ് ഓടും എന്നാണ് പറയണത്. മക്കളൊക്കെ ആയിട്ട് സംസാരിക്കും. കുടുംബത്തിലൊരു സന്തോഷം അത് നൽകിയതിനൊക്കെ കാരണക്കാർ നിങ്ങളാണ്. നിങ്ങളുടെ പ്രാർത്ഥനയാണ്, നിങ്ങൾ കൊടുത്ത ഓരോ രൂപയുമാണ്. സുമേഷിൻ്റെ അമ്മ അതിവിടെ എൻ്റെ അടുത്തുണ്ട്. എൻ്റെ മോനെ രക്ഷിച്ച, 1 രൂപ തന്ന് രക്ഷിച്ച എല്ലാവരോടും ഞാനും എൻ്റെ കുടുംബവും എൻ്റെ മോനും നന്ദി പറയണം. ഒരുപാട് നന്ദി. ഞങ്ങൾക്ക് തിരിച്ചു തന്നതിന് നന്ദി. എല്ലാവരോടും ഇത്ര എനിക്ക് പറയാനുള്ളൂ. സന്തോഷം കൊണ്ടുള്ള കണ്ണീരാണ് അമ്മയുടെ. ആ മകൻ അന്നങ്ങനെ കിടന്നൊരവസ്ഥയിൽ ആ അമ്മ നമ്മുടെയൊക്കെ മുൻപിൽ വന്ന് പൊട്ടിക്കറിയുകൊണ്ട് പറഞ്ഞ വാക്കുകളൊക്കെ ഇപ്പോഴും ഓർമ്മയിലുണ്ട്. അപ്പോൾ എല്ലാവരോടും പ്രാർത്ഥനയാണ് ഇനി അവർ പറയുന്നത്. കാരണം ഇവിടം വരെ സുമേഷ് എത്തപ്പെട്ടു, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട്, നടക്കാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ കൊടുക്കുന്ന, നിങ്ങൾ ചെയ്യുന്ന, നമ്മളൊക്കെ ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ വലിയൊരു അംഗീകാരം തന്നെയാണ്. എന്ത് കിട്ടുന്നതിലും വലിയൊരു അംഗീകാരമാണ് നമുക്കിപ്പോൾ ഈ ഇത്തരം ജീവനുകൾ രക്ഷപ്പെടുത്താൻ നമുക്ക് കിട്ടുന്ന ഒരു അവസരങ്ങളും സഹായങ്ങളും നിങ്ങളുടെ പ്രാർത്ഥന ഒക്കെ. ഇങ്ങനെയുള്ള ആളുകളൊക്കെയാണ് നമ്മുടെ മുമ്പിൽ ഓരോ ദിവസവും വരുന്നതും നമ്മളെ വന്ന് സമീപിക്കുന്നതും നമ്മളാ കഴിയുന്ന രീതിയിലൊക്കെ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതൊക്കെ. സുമേഷിൻ്റെ കാര്യത്തിലൊക്കെ വളരെ അങ്കലാപ്പിലായിരുന്ന ഈ കുടുംബത്തിനും ഈ നാടിനും നാട്ടുകാർക്കൊക്കെ ഇന്നൊരു സന്തോഷത്തിൻ്റെ നാളുകൾ സമ്മാനിക്കാൻ സാധിച്ചത് നിങ്ങളെപ്പോലുള്ള ആളുകളുടെ വലിയൊരു സഹായം കൊണ്ടാണ്. ഇനിയൊക്കെ നിങ്ങളുടെ സഹായം ഞങ്ങളോടൊപ്പം ഉണ്ടാകണം, ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ഉണ്ടാകണം എന്നൊക്കെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. സുമേഷൊക്കെ ഇനിയും വളരെ പെട്ടെന്ന് ജോലിക്കൊക്കെ പോകാനുള്ള അവസ്ഥ സുമേഷ് ഉണ്ടാവട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇത് സുമേഷിനെ സഹായിച്ച എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ്. അസ്സലാമു അലൈക്കും, നമസ്കാരം. വളരെ സന്തോഷമുള്ള ഒരു നിമിഷത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ സുഹൃത്ത്, നമ്മുടെ അയൽവാസി, എൻ്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു സുമേഷ്. വളരെ അത്യാസന്ന നിലയിൽ കിടന്നപ്പോൾ നമ്മുടെ സലാമക്ക നമ്മുടെ ജമാഅത്തിൽ വരികയും വളരെ അടിയന്തരമായി ഇടപെട്ട് ഒരുപാട് പേരുടെ സഹകരണം കൊണ്ട് ഇന്നിപ്പോൾ എൻ്റെ മുമ്പിൽ നിത്യവും വ്യായാമത്തിലും നടന്നും ഓടിയൊക്കെ നടക്കുന്ന നമ്മുടെ സുമേഷിനെ കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തിന് ഒരുപാട് നന്ദി.
അപകടം പറ്റി അബോധാവസ്ഥയിൽ ശരീരമാസകലം തകർന്ന് ആശ്രമ സിറ്റിയിൽ മാസങ്ങളോളം അഡ്മിറ്റായ സുമേഷാണ് ഇന്ന് ഇങ്ങനെ എഴുന്നേറ്റ് നടന്ന് നിങ്ങളുടെ മുമ്പിലൂടെ വരുന്നത്. ഒരുപാട് വിഷമതകൾ അനുഭവിച്ച് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടാണ് സുമേഷ് ഇന്ന് ഇവിടം വരെ എത്തിയത്. അപ്പോൾ ഈ സുമേഷിനെ ഇങ്ങനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഒരുപാട് സഹായങ്ങൾ ചെയ്ത് നിങ്ങളോടാണ് ആദ്യം നന്ദി അറിയിക്കുന്നത്. ഇതുപോലെ അസുഖങ്ങളൊക്കെ മാറി ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഓരോരുത്തരെയും ഞങ്ങൾ കഴിഞ്ഞതിലൊക്കെ പോയി കണ്ട് നിങ്ങൾ അറിയിക്കുന്നതാണ്. അപ്പോൾ ഇനിയും നമുക്ക് കാണണം, ഇനി കാണാം, ഇനിയും കാണാം, ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനി കാണാം. ആ, നോക്കണ്ടൊക്കെ പ്രാർത്ഥിക്കാം കേട്ടോ. പ്രാർത്ഥിക്കും, പ്രാർത്ഥിക്കും.